ഫോർത്ത് മൊഡ്യൂളിലെ നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് സ്ട്രെയിൻ എനർജി. ആക്ച്വലി സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ബോഡി സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യുന്ന ഒരു ബോഡി അതൊരു വർക്ക് ഡൺ, അത് ആ ബോഡിയിൽ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ബോഡി അബ്സോർബ് ചെയ്യുന്ന എനർജീനെയാണ് ഈ പറയുന്ന സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. ആക്ച്വലി ആ വർക്ക് ചെയ്യുന്നത് ആ ബോഡിയെ ഡിഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആ വർക്ക് ചെയ്യുന്നത്. ആ ടൈമിൽ ആ ബോഡി അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന വർക്കിനെയാണ് സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ സ്ട്രെയിൻ എനർജിയുടെ കേസിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ടേംസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ റെസിലിയൻസ് എന്ന് പറയും. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ഇസ് ദ ടോട്ടൽ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ എ ബോഡി ഈസ് കോമൺലി നോൺ ആസ് റെസിലിയൻസ്. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് സ്ട്രെയിൻ എനർജി അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ റെസിലിയൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ബോഡിയുടെ എന്താണ് ഒരു കപ്പാസിറ്റി ഓഫ് സ്ട്രെയിൻഡ് ബോഡി ഫോർ ഡൂയിങ് വർക്ക്. ഒരു സ്ട്രെയിൻഡ് ആയിട്ടുള്ള ബോഡിക്ക് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ നമുക്ക് റെസിലിയൻസ് എന്ന് പറയാം. അല്ലെങ്കിൽ ആ കപ്പാസിറ്റി എന്ന് പറയുന്നത് റെസിലിയൻസിന് ഈക്വൽ ആയിരിക്കും. വർക്ക് ഡൺ ഓൺ റിമൂവിങ് ദ സ്ട്രെയിൻഡ് ഫോഴ്സ്. നമ്മൾ അതിനെ ഒരു ബോഡിയിൽ എന്ത് ചെയ്തു, ഫോഴ്സ് ചെയ്തിട്ട് അതിനെ വലിച്ചു, അല്ലെങ്കിൽ ഒരു ടെൻസൈൽ ഫോഴ്സാണ് കൊടുക്കുന്നത് നമ്മൾ അസ്യൂം ചെയ്യുക. അങ്ങനെ ടെൻസൈൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, അതിൻ്റെ ഒരു ഡിഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഡിഫോർമേഷൻ കാരണം അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. ആ ചേഞ്ചിൽ നിന്നത് വീണ്ടും പഴയ ഫോമിലേക്ക് തിരികെ എത്താൻ വേണ്ടിയിട്ട് ആ ബോഡി ചെയ്യുന്ന ഒരു വർക്ക് ഉണ്ടാവും. ആ സ്ട്രെയിൻഡ് ബോഡി ആ പഴയ ഫോമിലേക്ക് തിരിച്ചെത്താൻ ചെയ്യുന്ന ആ വർക്കിനെ എന്ത് ചെയ്യാം, നമുക്ക് റെസിലിയൻസ് എന്ന് പറയാം. അതും അല്ലെങ്കിൽ റെസിലിയൻസിന് വേണമെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു ഡെഫിനിഷനും കൂടെ കൊടുക്കാം. ദ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ബൈ ദ ബോഡി വിതിൻ ഇലാസ്റ്റിക് ലിമിറ്റ് വെൻ ലോഡഡ് എക്സ്റ്റേർണലി ഈസ് കോൾഡ്. ഒരു എക്സ്റ്റേർണൽ ബോഡി ഇലാസ്റ്റിക് ലിമിറ്റിൽ എന്ത് ചെയ്യുക, നമ്മളൊരു സ്ട്രെയിൻഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബോഡിയിൽ അന്നേരം അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന എനർജീനെ സ്ട്രെയിൻ എനർജി എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് പ്രൂഫ് റെസിലിയൻസ്. പ്രൂഫ് റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ദ മാക്സിമം സ്ട്രെയിൻ എനർജീനെയാണ് നമ്മൾ പ്രൂഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. മാക്സിമം സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ എ ബോഡി അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് മറക്കരുത്. ഇലാസ്റ്റിക് ലിമിറ്റ് വരെ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന മാക്സിമം സ്ട്രെയിൻ എനർജീനെയാണ് പ്രൂഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈം മോഡുലസ് ഓഫ് റെസിലിയൻസ്. മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിമ്പിൾ നമ്മൾ കണ്ടുപിടിച്ച റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയം. ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള റെസിലിയൻസിനെയാണ് നമ്മൾ മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈംസൊക്കെ ഓർത്ത് വെച്ചോണം. നമുക്ക് പ്രോബ്ലംസ് ഒക്കെ വരുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈംസാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് 2-3 ഡെറിവേഷൻസും അതിൻ്റെ പ്രോബ്ലംസും ഒക്കെ ഡിസ്കസ് ചെയ്യാൻ നമുക്കുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി ഫോർ ആക്സിയൽ ലോഡിങ്. അപ്പോൾ ഇലാസ്റ്റിക് ഈ സ്ട്രെയിൻ എനർജിയുടെ 2-3 കണ്ടീഷൻസ് ഉണ്ട്. ആക്സിയൽ ലോഡിൻ്റെ കണ്ടീഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ബെൻഡിങ്ങിൻ്റെ കണ്ടീഷൻ വരുന്നുണ്ട്, ടോർഷൻ്റെ കണ്ടീഷൻ വരുന്നുണ്ട്, അങ്ങനെ ട്രാൻസ്വേഴ്സ് ഷിയർ, അങ്ങനെ പല കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി ഫോർ ആക്സിയൽ ലോഡിംഗ് ആണ് കണ്ടീഷൻ എ. ആക്സിയൽ ലോഡിങ്ങിൽ തന്നെ 3 ടൈപ്പ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. ഫസ്റ്റ് വൺ ഗ്രാജുവലി അപ്ലൈഡ് ലോഡ്, സെക്കൻഡ് സഡൻലി അപ്ലൈഡ് ലോഡ്, തേർഡ് വൺ ലോഡ് വിത്ത് ഇമ്പാക്റ്റ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഗ്രാജുവലി അപ്ലൈഡിൻ്റെ പഠിക്കാം. ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി ഫോർ ആക്സിയൽ ലോഡിംഗ് വിത്ത് ഗ്രാജുവലി അപ്ലൈഡ് ലോഡ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ബാർ കൺസിഡർ ചെയ്യണം. ആ ബാറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. ഓക്കെ, കൺസിഡർ ബാർ ഓഫ് ലെങ്ത്. ബാർ എന്ന് പറയുന്നത് AB ആണ്. AB എന്ന് പറയുന്നൊരു ബാർ കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത് L ആണ്. അതിലേക്ക് നമ്മൾ P എന്ന് പറയുന്നൊരു ഫോഴ്സ് എന്ത് ചെയ്തു, അപ്ലൈ ചെയ്തു. P എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ബോഡി ഇത്രയും ലെങ്ത്, എത്ര ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൽറ്റ എന്ന് പറയുന്നൊരു ഒരു സംതിങ് ലെങ്ത്, അതിലൊരു ഡിഫോർമേഷൻ അല്ലെ ചേഞ്ചിങ് ലെങ്ത് ഉണ്ടായി. അപ്പോൾ ഇതിൽ നിന്ന് ഫസ്റ്റ് ഒരു ലോഡ് കൊടുത്തപ്പോൾ എക്സ് ഡിസ്റ്റൻസ് മാറി ഫുള്ള് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡെൽറ്റയാണ് അതിൻ്റെ ഒരു ഡിഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്ത് ആയിരുന്നു ആദ്യം L ആയിരുന്നു, മാക്സിമം സ്ട്രെച്ച് കഴിഞ്ഞപ്പോൾ ഡെൽറ്റ ആയിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഡെൽറ്റയും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് അവരിവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. കൺസിഡർ ബാർ ഓഫ് ലെങ്ത് L, അതിൻ്റെ ഏരിയ A ആണ്. ഡെൽറ്റ അല്ലെങ്കിൽ ഡെൽറ്റ L എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ടോട്ടൽ ഡിഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാജുവലി അപ്ലൈഡ് ചെയ്യുന്ന ലോഡ് P ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് ടേംസൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവരിവിടെ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. സിഗ്മയാണ് ഇവിടുത്തെ സ്ട്രെസ്സ് അല്ലെങ്കിൽ സ്ട്രെസ് ഇൻറ്റൻസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി E ആണ്. അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇനീഷ്യലി ആ ബോഡിയിൽ എന്തായിരിക്കും, ആ ബോഡിയുടെ സ്ട്രെയിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിഫോർമേഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലേ. നമ്മൾ ലോഡൊന്നും അപ്ലൈ ചെയ്യുന്നില്ല, ആ സമയത്ത് ആ ബോഡിക്ക് ഡിഫോർമേഷൻസ് ഒന്നുമില്ല. ഡിഫോർമേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അവിടുത്തെ സ്ട്രെയിൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം കുറച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടുത്തെ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ കൂടി വരും. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഡിഫോർമേഷൻ എന്ത് ചെയ്യും, കൂടി വരും. ഡെൽറ്റ L നോക്കിയാൽ മതി, ഡിഫോർമേഷൻ
കൂടി വരും. ഡിഫോർമേഷൻ കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ആ ബോഡി അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസും കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ. ഡിഫോർമേഷൻ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ ഒരു ഫിഗറിൽ ജസ്റ്റ് ഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഡെറിവേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ ആവറേജ് റെസിസ്റ്റൻസ് ഫസ്റ്റ് നമ്മുടെ ഫോഴ്സ് നമുക്ക് എടുക്കാം. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പി ആണ്. അപ്പോൾ അതിൻ്റെ ആവറേജ് പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആവറേജ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? P/2 ആണ്. ആ P/2 ഈക്വലായിട്ട് തന്നെ ആയിരിക്കും ഇത് ഈ ബോഡി അതിനൊരു ഇന്നർ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ആ ഇന്നർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/2 ആണ്. അപ്പോൾ ഈ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് പി ആണ്. P/2ഉം ആ ബോഡിയുടെ ഫോഴ്സ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന R/2ഉം ഈക്വലാണ്. R/2 = P/2 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്ക് ഡൺ എടുക്കണം. വർക്ക് ഡൺ എന്ന് പറയുന്നത് വർക്ക് done is equal to average resistance into distance for which the resistance is overcome. എത്രയാണോ ആ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഡിഫോർമേഷൻ ഡിസ്റ്റൻസ് എത്രയാണോ അത് ഇൻറ്റു ഈ ആവറേജ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആവറേജ് നമ്മൾ അപ്ലൈ ചെയ്ത ലോഡ്. ഇത് രണ്ടും സെയിം ആണ്. ആവറേജ് ലോഡും ആവറേജ് റെസിസ്റ്റൻസും സെയിം ആണ്. R/2 = P/2 ആണ്. ഈ R/2 × P/2 എന്ന് പറയുന്ന ആവറേജ് റെസിസ്റ്റൻസ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ P/2 × ഡെൽറ്റ അല്ലെങ്കിൽ ഹാഫ് പി ഇൻറ്റു ഡെൽറ്റ. ഓക്കെ, P/2 × ഡെൽറ്റ നമ്മൾ എഴുതി. അപ്പോൾ അതാണ് നമ്മുടെ വർക്ക്. അപ്പോൾ ലെറ്റ് us കൺസിഡർ ദ ഇലാസ്റ്റിക് മെമ്പർ. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താ P/2 × ഡെൽറ്റ നമ്മൾ എഴുതിയതിന് നമുക്ക് എങ്ങനെ എഴുതാം? R/2 × ഡെൽറ്റ എന്ന് നമുക്ക് എഴുതി നിർത്താം. P/2 × ഡെൽറ്റ = R/2 × ഡെൽറ്റയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ പഠിച്ചു. ഹുക്സ് ലോയും സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? E × L ആണ്. കാരണം സ്ട്രെയിൻ = ചേഞ്ചിങ് ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അതിൻ്റെ അകത്ത് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയും എല്ലും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. E × L. സോ ഡെൽറ്റ = E × L ആണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് സ്ട്രെയിൻ ഇ എന്ന് പറയുന്ന ഇ എന്ന് പറഞ്ഞ സ്ട്രെയിനിൻ്റെ R = നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട് σ/A. റെസിസ്റ്റൻസ് സ്ട്രെസ് അല്ലേ, സ്ട്രെസ് ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്ന പോലെ തന്നെ റെസിസ്റ്റൻസ് ബൈ ഏരിയ നമുക്ക് എഴുതാം. അപ്പോൾ റെസിസ്റ്റൻസ് R = σ × A എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മളിവിടെ എഴുതി വെച്ചു. എന്ത്? R = σ × A. അതേപോലെ ഡെൽറ്റ = സ്ട്രെയിൻ E × L. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ അകത്തെ ഈ രണ്ട് ടേംസും ഈ കിട്ടിയ R എന്ന് പറയുന്നതും ഇവിടെ കിട്ടിയ ഡെൽറ്റയും എന്ത് ചെയ്യുക? നമ്മുടെ ഈ തൊട്ട് മുകളിലത്തെ ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. R/2 × ഡെൽറ്റ എന്ന് പറയുന്ന ഇക്വേഷനകത്ത് ഡെൽറ്റയ്ക്ക് EL എന്നും ആറിന് σ A എന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് വർക്ക് ഡൺ = ആറിന് പകരം σ A / 2 ഡെൽറ്റയ്ക്ക് പകരം ഇൻറ്റു EL എന്ന് കിട്ടും. ഓക്കെ, σ EAL/2 σ EAL/2 നമുക്ക് കിട്ടും. അപ്പം σ EAL/2 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ടോട്ടൽ സ്ട്രെയിൻ എനർജിയാണ് അവിടെ വർക്ക് എന്ന് പറയുന്നത്. U = σ EAL/2 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ അത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിയും വീണ്ടും അതിന് എന്ത് ചെയ്യുക? എക്സ്പ്രഷൻസ് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് A × L എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് എഴുതാം? വോളിയം V എന്ന് എഴുതാം. ഈ A × L എന്ന് പറയുന്നതിന് വോളിയം V എന്ന് നമുക്ക് എഴുതാം. അതേപോലെ തന്നെ നമ്മുടെ ഹുക്സ് ലോ വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? σ/E = മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. അപ്പോൾ അതിൻ്റെ അകത്തും നമുക്ക് എന്ത് എഴുതാം? സ്മോൾ ലെറ്റർ E = σ / E ആണ്. σ/E. ആ ഒരു എക്സ്പ്രഷനും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. E = σ/E എന്നുള്ളൊരു എക്സ്പ്രഷൻ കൂടെ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു എക്സ്പ്രഷനും കൂടെ നമ്മുടെ മുകളിലത്തെ ഇക്വേഷൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഈ ഇപ്പോൾ കിട്ടിയ σ E എന്ത് ചെയ്യുക? AL = വോളിയം എന്നുള്ളൊരു എക്സ്പ്രഷനും അതേപോലെ തന്നെ നമ്മുടെ ഈ സ്ട്രെയിൻ = സ്ട്രെസ് ഡിവൈഡഡ് ബൈ E എന്ന് പറയുന്ന ഇക്വേഷനും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അത് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? U = ½ σ/E എന്നുള്ളതിന് σ/E എന്ന് എഴുതാം. ഇക്ക് പകരം σ/E എന്ന് എഴുതാം. σ × σ/E. ഇവിടെ σ ഓൾറെഡി കിടപ്പുണ്ട്. അതുകൊണ്ട് σ × σ/E × AL. AL എന്നുള്ളത് V ആയിട്ട് മാറി. സിഗ്മയും കൂടെ എന്താവും? σ² ആവും. സോ ഹാഫ് σ² V/2E എന്ന് കിട്ടും. ഹാഫ് σ² V/E എന്ന് കിട്ടും. സോ U = σ² 2E × V. അപ്പോൾ ഇതായിരിക്കും എന്ത്? ടോട്ടൽ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ബൈ ദ ബോഡി സ്റ്റോർ ചെയ്യുന്ന സ്ട്രെയിൻ എനർജിയുടെ എക്സ്പ്രഷൻ നമുക്കിപ്പം ഡിറൈവ് ചെയ്തത് ഇതാണ്. U = σ² 2E × V. അപ്പോൾ നമുക്ക് വേണ്ടത് ഇപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മളോട് ചോദിക്കുകയാണ് എന്താണ്? മോഡുലസ് ഓഫ് റെസിലിയൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്ട്രെയിൻ എനർജി ഡിവൈഡഡ് ബൈ
വോളിയം എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വോളിയം ടൈം മാത്രം കട്ട് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും യു ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ബൈ 2E എന്നായിരിക്കും എന്ത് പറയുന്നത് മോഡുലസ് ഓഫ് റെസിലിയൻസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡെറിവേഷൻ നമ്മുടെ ഗ്രാജുവലി അപ്ലൈഡ് ലോഡിൻ്റെ. അപ്പോൾ നെക്സ്റ്റ് വരുന്ന എക്സ്പ്രഷൻ ഫോർ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ എ ബോഡി വെൻ ദ ലോഡ് ഈസ് അപ്ലൈഡ് സഡൻലി അപ്ലൈഡ് ലോഡ്. സഡൻലി അപ്ലൈഡ് ലോഡ് വരുമ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ കൺസിഡർ ചെയ്യുക. സഡൻലി അപ്ലൈഡ് ലോഡിൻ്റെ വരുമ്പം ലോഡ് ഡിഫോർമേഷൻ ഡയഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഡെൽറ്റ എൽ എന്ന് പറയുന്ന ഒരു ചേഞ്ച് ഉണ്ടായിരിക്കും. അതേപോലെ ലോഡ് കൂടുന്നതിനനുസരിച്ച് ഡെൽറ്റ എൽ ചേഞ്ച് സഡൻ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു സർക്കുലർ ഡിസ്ക് കൺസിഡർ ചെയ്യുക. അതിലേക്കൊരു വെയിറ്റ്, ഒരു ഡിസ്ക് വെയിറ്റ് തന്നെ എന്ത് ചെയ്യുക, ഒരു റോഡിൽ നിന്നും വന്ന് ഹിറ്റ് ചെയ്യുന്നു. അത് അപ്ലൈ ചെയ്യുന്ന സഡൻലിയാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരുപാട് ഹൈറ്റിൽ നിന്നൊന്നുമല്ല, സഡനായിട്ട് ആ ലോഡ് അങ്ങ് അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് ഡെൽറ്റ എൽ ആണ് ഇവിടുത്തെ ഡിഫോർമേഷൻ അല്ലെങ്കിൽ ഇൻക്രീസിങ് ലെങ്ത് എന്ന് പറയുന്നത്. സ്മോൾ ലെറ്റർ എൽ ആണ് ഇവിടുത്തെ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത്. സഡൻലി അപ്ലൈഡ് ലോഡ് എന്ന് പറയുന്നത് പി ആണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, സ്ട്രെസ് സ്ട്രെയിൻ ഇതിൻ്റെ അകത്തുള്ള സ്ട്രെസ് എന്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ് ഫസ്റ്റ് പറഞ്ഞിരുന്നു. വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നാണ്. വർക്ക് ഡൺ ഇൻ സ്ട്രെയിനിങ് ദ ബാർ. ഈ ഒരു ബാറിലെ സ്ട്രെയിൻ ചെയ്യിക്കാനുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ആ ഫോഴ്സ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇൻറ്റു കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സ്ട്രെയിൻ എനർജി എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ എനർജി. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും പി ഇൻറ്റു ഡെൽറ്റ എൽ. എത്രത്തോളം ഡിസ്റ്റൻസിലാണ് അത് എന്താ പറയുന്നത് ഡിഫോർമേഷൻ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പി ഇൻറ്റു ഡെൽറ്റ എൽ. അപ്പോൾ അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ സ്ട്രെയിൻ എനർജിക്ക് ഓൾറെഡി ഇപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രെയിൻ എനർജി അറ്റ് ലോഡ് പിയിലുള്ള സ്ട്രെയിൻ എനർജി ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. യു ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ബൈ 2E ഇൻറ്റു വോളിയം അല്ലെങ്കിൽ AL, അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഇക്വേഷൻ 1നെയും ഇക്വേഷൻ 2നെയും കൂടെ നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഇക്വേഷൻ 1നെയും ഇക്വേഷൻ 2നെയും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പം സിഗ്മ സ്ക്വയർ AL ബൈ 2E ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ എൽ. ഇത് രണ്ടും കൂടെ നമ്മൾ ഇവിടെ ഇക്വേറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ അകത്തെ ഡെൽറ്റ എൽ, ഈ പറയുന്ന ഡെൽറ്റ എല്ലിന് നമുക്ക് ഒരു വേറൊരു എക്സ്പ്രഷൻ കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച എക്സ്പ്രഷനാണ്. ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു PL ബൈ AE എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ ആദ്യം ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഡിഫോർമേഷൻ്റെ കേസൊക്കെ പഠിച്ചപ്പോൾ സ്ട്രെയിനിൻ്റെ സ്ട്രെസ്സിൻ്റെ മൊഡ്യൂൾ പഠിച്ചതാണ് ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു PL ബൈ AE എന്നുള്ളത്. ആ ഒരു എക്സ്പ്രഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം സിഗ്മ സ്ക്വയർ ബൈ 2E ഇൻറ്റു AL ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ എല്ലിന് പകരം PL ബൈ AE എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ സിഗ്മ സ്ക്വയർ ബൈ 2E ഇൻറ്റു AL ഇസ് ഈക്വൽ ടു പി ഇൻറ്റു PL ബൈ AE എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കറിയാം എന്താണ് സിഗ്മ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയയാണ്. പി ബൈ എ ചെയ്താൽ സിഗ്മയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പി ബൈ എ എന്ന് പറയുന്ന ടേമിന് വരെ എന്ത് ചെയ്യുക, സിഗ്മ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിഗ്മ സ്ക്വയർ ബൈ 2E ഇൻറ്റു AL ഇസ് ഈക്വൽ ടു പി ഇൻറ്റു പി ബൈ എക്ക് വരെ സിഗ്മ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിഗ്മ എൽ ബൈ ഇ എന്ന് കിട്ടി. പി ഇൻറ്റു സിഗ്മ എൽ ബൈ ഇ എന്ന് നമുക്ക് കിട്ടി. ഇനി ആ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉള്ള എക്സ്പ്രഷൻസിൽ നമുക്ക് എന്താണ് കട്ട് ചെയ്ത് കളയാനുള്ള കുറച്ച് ടേംസ് നമുക്കുണ്ടായിരിക്കും. ഡിനോമിനേറ്ററിലെ ഇ നമുക്ക് കട്ട് ചെയ്ത് കളയാം രണ്ട് സൈഡിൽ നിന്നും. അതേപോലെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ എൽ ഉണ്ട്, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. സിഗ്മ റൈറ്റ് സൈഡിലുണ്ട്, ലെഫ്റ്റ് സൈഡിൽ സിഗ്മ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഒരു സിഗ്മ അവിടെ കട്ടായി പോകും. അപ്പോൾ കട്ടായി കഴിഞ്ഞതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ ഇനി ബാക്കി റിമൈനിങ് ഉള്ള എന്താണ് സിഗ്മ ഇൻറ്റു എ ബൈ 2. സിഗ്മ ഇൻറ്റു എ ബൈ 2 ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിൽ പിയും മാത്രമേ ഉള്ളൂ. പി സിഗ്മ എ ബൈ 2 ഇസ് ഈക്വൽ ടു പി, അല്ലെങ്കിൽ സിഗ്മ ഈസ് ഈക്വൽ ടു 2p ബൈ എ. സിഗ്മ ഈസ് ഈക്വൽ ടു 2p ബൈ എ എന്നൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ സഡൻലി അപ്ലൈഡ് ലോഡിൻ്റെ കേസിൽ സിഗ്മ എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ അല്ല സ്ട്രെസ്, ഇൻസ്റ്റൻറ്റേനിയസ് സ്ട്രെസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു സഡൻലി അപ്ലൈഡ് ലോഡ്. സിഗ്മ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു പി ബൈ എ ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഇൻസ്റ്റൻറ്റേനിയസ് സ്ട്രെസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ഗ്രാജുവലി അപ്ലൈഡ് ലോഡ്. പി ബൈ എ എന്ന് പറയുന്ന ഗ്രാജുവലി അപ്ലൈഡ് ലോഡിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സ്ട്രെസ് സിഗ്മ എന്ന് പറയുന്നത് 2 ഇൻറ്റു പി ബൈ എ ആയിരിക്കും. പി ബൈ എ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ് അല്ലേ. പി ബൈ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമലി സ്ട്രെസ്സാണ്. നമ്മൾ ഗ്രാജുവലി അപ്ലൈ ചെയ്യുന്ന നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ ഗ്രാജുവലി ലോഡ് അപ്ലൈ ചെയ്യുമ്പം അവിടുത്തെ സ്ട്രെസ് എന്താണ്, സിഗ്മ ഈസ് ഈക്വൽ ടു പി ബൈ എ ആയിരിക്കും അവിടുത്തെ സ്ട്രെസ് എന്ന് പറയുന്നത് ആക്ച്വലി അല്ലേ. അപ്പം നമ്മൾ സഡനായിട്ട് ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, പി ബൈ എ ഇൻറ്റു 2 ആയിരിക്കും നമ്മുടെ ആൻസർ. സോ സിഗ്മ ഈസ് ഈക്വൽ ടു 2p ബൈ എ. അപ്പം പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കോണം എന്താണ് ഗ്രാജുവലി അപ്ലൈഡ് ആണോ സഡൻലി അപ്ലൈഡ് ആണോ. അത് നമ്മൾ നോർമലി എപ്പോഴും ചെയ്യുന്ന പോലെ സ്ട്രെസ് കണ്ട ഉടനെ സ്ട്രെസ് സിഗ്മ ഈസ് ഈക്വൽ ടു പി ബൈ എ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യരുത്. ഗ്രാജുവലി അപ്ലൈഡ് ആണെങ്കിൽ ഇത് ഓക്കെ, അല്ല സഡൻലി അപ്ലൈഡ് ആണെങ്കിൽ
2 × P/A എന്ന് പറയുന്ന എക്സ്പ്രഷൻ വെച്ച് തന്നെ ചെയ്യണം. അപ്പം ഇത് നേരത്തെ യൂണിവേഴ്സിറ്റി ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇൻസ്റ്റൻറ്റേനിയസ് സ്ട്രെസ് ഫോർ സഡൻലി അപ്ലൈഡ് ലോഡ് ഈസ് 2 times the instantaneous stress for gradually applied load എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷനാണ്. സോ നിങ്ങൾ പഠിച്ചോണം. ഇനി നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഇമ്പാക്റ്റ് ലോഡിങ്ങിൻ്റെ ഒരു ഡെറിവേഷൻ കൂടി വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം അടുത്ത വീഡിയോയിൽ.